Hi students. Okay, we are going to next topic, file system implementation. Or in this section we study about the implementation of file system and the implementation of directory. Okay. അപ്പോൾ ആദ്യം നോക്കാം എങ്ങനെയാണ് ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ. ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ വേരിയസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ഓൺ ഡിസ്ക് സ്ട്രക്ചർ ഓർ ഇൻ മെമ്മറി സ്ട്രക്ചർ. ഓൺ ഡിസ്ക് മെമ്മറി സ്ട്രക്ചർ, ഓൺ ഡിസ്ക് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇൻ മെമ്മറി സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഓൺ ഡിസ്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർ ഇറ്റ് മാനേജസ് ദി സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിനെ മാനേജ് ചെയ്യുന്നതാണ് ഈ ഓൺ ഡിസ്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻ മെമ്മറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ മാനേജസ് ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിനെ മാനേജ് ചെയ്യുന്നതാണ് ഇൻ മെമ്മറി സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഓൺ ഡിസ്ക് സ്ട്രക്ചറിൽ എന്തോ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിലൊരു ബൂട്ട് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടാകും. ബൂട്ട് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കാണ് നമ്മൾ ബൂട്ട് കൺട്രോൾ ബ്ലോക്കായിട്ട് പറയാം. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ നീഡഡ് ടു ബൂട്ട് ആൻഡ് OS. ഒരു OS ബൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻ. ബൂട്ടിങ് എന്താ അറിയില്ല അല്ലേ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബൂട്ടിങ്ങിന് വേണ്ട ഇൻഫർമേഷനാണ് ഇതിലുണ്ടാവുക, ഈ ബൂട്ട് കൺട്രോൾ ബ്ലോക്കിൽ ഉണ്ടാവുക. ഇനി ഒരു ഡിസ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എങ്കിൽ അല്ലേ, if the disk has no OS then that block is empty. ആ ഒരു ബൂട്ട് കൺട്രോൾ ബ്ലോക്ക് എംറ്റി ആയിരിക്കും. യൂഷ്വലി ഏതൊരു വോളിയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കായിരുന്നു എന്ത് ബൂട്ട് കൺട്രോൾ ബ്ലോക്കായിട്ട് എടുക്കുന്നുണ്ട്. യൂണിക്സ് ആണെങ്കിൽ അതിന് നമ്മൾ ബൂട്ട് ബ്ലോക്ക് എന്ന് പറയും, അല്ലാത്തത് നമ്മൾ പാർട്ടീഷൻ ബൂട്ട് സെക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത് വരുന്നതാണ് ഈ പാർട്ടീഷൻ കൺട്രോൾ ബ്ലോക്ക്. പാർട്ടീഷൻ കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ആ നെയിം പറയുന്ന പോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ദ പാർട്ടീഷൻ ഡീറ്റെയിൽസ്. അതായത് നമ്മൾ എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഓരോ ബ്ലോക്സിൻ്റെ സൈസ് എന്താണ്, എല്ലാ ഫ്രീ ബ്ലോക്ക് കൗണ്ട് എന്താണ്, അല്ലെങ്കിൽ FCB മീൻസ് ഫയൽ കൺട്രോൾ ബ്ലോക്ക്. FCB പോയിൻറ്റേഴ്സ് അതിൻ്റെ കൗണ്ട്, അതൊക്കെയാണ് പാർട്ടീഷൻ കൺട്രോൾ ബ്ലോക്കിലുണ്ടാവും. ഓൾ ദ പാർട്ടീഷൻ ഡീറ്റെയിൽസ് കണ്ടെയ്ൻസ് ദ പാർട്ടീഷൻ ഡീറ്റെയിൽസ് ആണ് പാർട്ടീഷൻ കൺട്രോൾ ബ്ലോക്കിൽ. നെക്സ്റ്റ് ഉള്ളത് അതേപോലെ ഡയറക്ടറി സ്ട്രക്ചർ. ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓരോ ഫയലിനും ഒരു ഡയറക്ടറി സ്ട്രക്ചർ ഉണ്ടാവും. എന്താ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓർഗനൈസ് ഫയൽസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്ടറി സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്നുള്ളത് പെർ ഫയൽ കൺട്രോൾ ബ്ലോക്ക് ഒരു FCB പറയും. പെർ ഫയൽ കൺട്രോൾ ബ്ലോക്ക്. ഫയൽ കൺട്രോൾ ബ്ലോക്ക് നമ്മൾ FCB എന്ന് പറയും. ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ഫയൽസ്. ഒരു ഫയൽസിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് അതിലുണ്ടാവുക. അതേപോലെ ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ നമ്പർ ഉണ്ടാവും ടു അലോ അസോസിയേഷൻ വിത്ത് എ ഡയറക്ടറി എൻട്രി. ഓരോ ഡയറക്ടറി എൻട്രീനെ അലോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ നമ്പറും നമ്മൾ പെർ ഫയൽ കൺട്രോൾ ബ്ലോക്കിൻ്റെ അകത്ത് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻ മെമ്മറി സ്ട്രക്ചർ. ഇൻ മെമ്മറി സ്ട്രക്ചർ നമ്മൾ ഇറ്റ് മാനേജസ് ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു മൗണ്ട് ടേബിൾ ഉണ്ടാവും. മൗണ്ട് ടേബിൾ എന്തായിരുന്നു, ഫയൽ മൗണ്ടിങ് ഓർമ്മയില്ലേ, നമ്മൾ ഫയൽസിനെ അറ്റാച്ച് ചെയ്യുക അല്ലേ. അപ്പോൾ ഫയൽ മൗണ്ട് ടേബിൾ ഉണ്ടാവുന്നത് ഇൻഫർമേഷൻ അബൌട്ട് ഈച്ച് മൗണ്ടഡ് വോളിയം. ഓരോ ഫയലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫയൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇൻഫർമേഷനാണ് മൗണ്ട് ടേബിളിൽ ഉണ്ടാവുക. ദെൻ സെക്കൻഡ് വരുന്നത് ഡയറക്ടറി സ്ട്രക്ചർ ക്യാഷ്. ഡയറക്ടറി സ്ട്രക്ചർ ഇറ്റ് ഹോൾഡ്സ് ദ ഡയറക്ടറി ഇൻഫർമേഷൻ. അതായത് റീസെൻ്റ്ലി ആക്സസ് ചെയ്ത ഡയറക്ടറീസ് എന്താണ് അതിൻ്റെ ഇൻഫർമേഷനാണ് ഇതിലുണ്ടാവുക, ഡയറക്ടറി സ്ട്രക്ചർ ക്യാഷിലുണ്ടാവുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിൾ. സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ കോപ്പി ഓഫ് ഓൾ ഓപ്പൺ ഫയൽസ്. ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ ഫയൽസിൻ്റെ ഇൻഫർമേഷനാണ്, കോപ്പിയാണ് സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിൾ ഉണ്ടാവും. അപ്പോൾ ആ ഫയൽ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇപ്പോൾ കറങ്ങി ഏതൊക്കെ ഫയൽസാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും അത് ആക്സസ് ചെയ്യുന്നുണ്ടോ എന്നത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് പെർ പ്രോസസ് ഫയൽ ഓപ്പൺ ഫയൽ ടേബിൾ. പെർ പ്രോസസ് ഇറ്റ് പോയിൻറ്റ്സ് ടു ദ അപ്രോപ്രിയേറ്റ് എൻട്രി ഇൻ ദ സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിൾ. മേലെ പറഞ്ഞ സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിളിലേക്കുള്ള ഓരോ അപ്രോപ്രിയേറ്റ് എൻട്രിയിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതാണ് ഈ പെർ പ്രോസസ്സ്. പെർ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രോസസ്സിൻ്റെ ഓപ്പൺ ഫയൽ ടേബിളിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് പെർ പ്രോസസ്സ്. ദെൻ ബഫേഴ്സ് എന്ന് പറഞ്ഞാലുള്ളത് എന്താണ്, ടു ഹോൾഡ് ഫയൽ സിസ്റ്റം ബ്ലോക്സ് വെൻ ദേ ആർ റീഡ് ഫ്രം ഡിസ്കോ. അതായത് ഒരു ഡിസ്കിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലേക്ക് റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അതിൽ ഹോൾഡ് ചെയ്യുന്ന ബ്ലോക്കാണ് നമ്മൾ ബഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ വരുന്നത് ഈ ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനകത്ത് വരുന്ന ഓൺ ഡിസ്ക് സ്ട്രക്ചർ ആൻഡ് ഇൻ മെമ്മറി സ്ട്രക്ചർ എന്നാണ്.
അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ആ ഒരു സ്റ്റെപ്സ് അങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഡയഗ്രാം വരുന്നുണ്ട്. അങ്ങനെ ഈ PDF ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഡയഗ്രാം നിങ്ങളുടെ ഇവിടെ കൊടുത്തില്ല, ഫയൽ പിക്കർ ടൂൾ അതുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. അപ്പോൾ ആ ഒരു ഡയഗ്രാം കൂടി നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഡയഗ്രാം കൂടി ഇതിൻ്റെ കൂടെ വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അത് നോക്കാം. നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റെപ്സാണ് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം കോൾ ചെയ്യും ലോജിക്കൽ ഫയൽ സിസ്റ്റത്തിന്. ലോജിക്കൽ ഫയൽ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, നോസ് ദ നെയിം ഓഫ് ദ ഡയറക്ടറി സ്ട്രക്ചർ അല്ലേ, ഏതൊരു ഡയറക്ടറിയിലേക്കാണ് നമ്മൾ ഫയൽ ക്രിയേറ്റ് ആവുന്ന ആ ഡയറക്ടറി സ്ട്രക്ചർ നോക്കും. ദെൻ അലോക്കേറ്റ്സ് എ ന്യൂ FCB. എന്താ FCB എന്ന് പറഞ്ഞാൽ ഫയൽ കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, സിസ്റ്റം റീഡ് അപ്രോപ്രിയേറ്റ് ഡയറക്ടറി ഇൻ ടു ദ മെമ്മറി അപ്ഡേറ്റ്സ് ഇപ്പോൾ ഒരു പുതിയൊരു ഫയൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഡയറക്ടറിയിലേക്ക് ആ ഒരു കറസ്പോണ്ടിങ് എൻട്രി പോകണം അല്ലേ. അപ്പോൾ അപ്ഡേറ്റ്സ് ദ ഡയറക്ടറി വിത്ത് ന്യൂ ഫയൽ നെയിം. പുതിയ ഏത് ഫയലാണോ ക്രിയേറ്റ് ചെയ്ത് ആ ഫയൽ നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡയറക്ടറി അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ആദ്യം ഒരു ഓപ്പൺ ഓഫ് കോള് പാസ് ചെയ്യും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഡയറക്ടറിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്യും ഓൾറെഡി, അതായത് സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിൾ. ആ സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിൾ എന്തിനായിരുന്നു, നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസിൻ്റെ ഇൻഫർമേഷനാണ് സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിളിൻ്റെ. അപ്പോൾ ആ ഫയൽ സെർച്ച് ചെയ്യുക, ആ ഒരു ടേബിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇഫ് ദാറ്റ് ഫയൽ ഈസ് ഓൾറെഡി യൂസ്ഡ് ബൈ അനദർ പ്രോസസ്സ്. വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഫയൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കറസ്പോണ്ടിങ് ഡയറക്ടറിയിൽ പോയിട്ട് ആ ഒരു കറസ്പോണ്ടിങ് ഫയൽ നെയിമിന് വേണ്ടി സെർച്ച് ചെയ്യണം. ദെൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ പാർട്സ് ഓഫ് ഡയറക്ടറി സ്ട്രക്ചർ ക്യാഷ് മെയിൻ മെമ്മറിയിൽ ഉണ്ടാവുക. ദെൻ ആ ഫയൽ കണ്ടു കഴിഞ്ഞാൽ ദെൻ ആ ഫയലിൻ്റെ FCB എന്ത് ചെയ്യും, നമ്മൾ സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിളിലേക്ക് കോപ്പി. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിളിൽ കൊടുക്കണില്ല. എന്തിനു വേണ്ടിയിട്ട്, അത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇല്ല. അപ്പോൾ ഓൾ ഓപ്പൺ ഫയൽസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിളിനകത്ത് ഉണ്ടാവുക. ദെൻ എന്ത് ചെയ്യും, ദ എൻട്രി ഹാസ് ഇൻഫർമേഷൻ അബൌട്ട് ദി നെക്സ്റ്റ് റീഡ്. അടുത്ത റീഡ് റൈറ്റ് ഓപ്പറേഷൻ നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ആക്സസ് മോഡ് എന്താണ്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു എൻട്രിയിൽ ഉണ്ടാവുക. ദെൻ ഓപ്പൺ ഓഫ് എന്ത് ചെയ്യും, പിന്നെ റിട്ടേൺസ് എ പോയിൻ്റർ ടു ദ എൻട്രി പെർ പ്രോസസ് ഫയൽ സിസ്റ്റം. അതായത് പെർ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ ഫയൽ സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ ഓഫ് പെർ സിസ്റ്റം ഫയൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഓൾ ഓപ്പറേഷൻസ് ആഫ്റ്റർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ദെൻ ക്ലോസ് ചെയ്യണമെങ്കിൽ അതേപോലെ എന്ത് ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പെർ പ്രോസസ് ഓപ്പൺ ഫയൽ ടേബിൾ എൻട്രി അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യും. ദെൻ അത് ആ ടേബിളിനകത്തുള്ള ഒരു കൗണ്ട് ഉണ്ടാവില്ല, എത്ര ഫയൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ആ ഒരു കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും, ഈ ഡിക്രിമെൻറ്റ് ചെയ്യും. വെൻ ദ കൗണ്ട് ബിക്കം 0 ആയിക്കഴിഞ്ഞാൽ എൻ്റെ അപ്ഡേറ്റ് മെറ്റഡ് ഡാറ്റ ഈസ് കോപ്പി ടു ഡയറക്ടറി സ്ട്രക്ചർ. ഡിസ്കിലുള്ള ഡയറക്ടറി സ്ട്രക്ചറിലേക്ക് കോപ്പി ആവും. ദെൻ സിസ്റ്റം ഫയൽ ടേബിൾ എൻട്രി നമ്മൾ റിമൂവ് ചെയ്യും. ഇത്രയാണ് വരുന്നത്. ഡയറക്ടറി ഇംപ്ലിമെൻറ്റേഷൻ ഇത് ഇത്രയൊന്നുമില്ല, ആകെ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ലീനിയർ ലിസ്റ്റും അതേപോലെ ഹാഷ് ടേബിളാണ് യൂസ് ചെയ്യുന്നത്. ലീനിയർ ലിസ്റ്റ് ഓഫ് ദ ഫയൽ നെയിം വിത്ത് പോയിൻറ്റേഴ്സ് ടു ദ ഡാറ്റ ബ്ലോക്സിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ലീനിയർ ലിസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ലീനിയർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ, ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡയറക്ടറി നമ്മൾ സെർച്ച് ചെയ്യും. ഇഫ് ആ സിമിലർ നെയിമുള്ള ഒരു ഫയൽ ഓൾറെഡി അതിനകത്ത് എക്സിസ്റ്റ് ആണോ നോക്കും. അങ്ങനെ ഇല്ല എങ്കിൽ ഇഫ് നോ സച്ച് എ ഫയൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ എൻട്രീസ് ആഡ് ടു ദി എൻഡ് ഓഫ് ദ ഡയറക്ടറി. ആ ഡയറക്ടറിൻ്റെ എൻഡിലേക്ക് ഒരു ന്യൂ എൻട്രി ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെർച്ച് ഡയറക്ടറി ഫോർ ദാറ്റ് ഫയൽ, ആ ഫയലിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യും. ദെൻ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന സ്പേസ് നമ്മൾ എന്ത് ചെയ്യും, റിലീസ് ചെയ്ത് വേറെ ഫയൽസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലീനിയർ സെർച്ച് ആയതുകൊണ്ട് തന്നെ ഇറ്റ് മേക്സ് ആക്സസ് സ്ലോ ആക്സസ് ആണ് അത് പ്രൊവൈഡ് ചെയ്തത്. അതേപോലെ സോഫ്റ്റ്വെയർ ക്യാഷ് ടു സ്റ്റോർ ദ മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ഡയറക്ടറി ഇൻഫർമേഷൻ. OS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ക്യാഷാണ്. പിന്നെ അതേപോലെ മെയിൻറ്റെയിൻ എ സോർട്ടഡ് ലിസ്റ്റ് അലൗസ് എ ബൈനറി സെർച്ച് ആൻഡ് റെഡ്യൂസസ് ദ സെർച്ച് ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലീനിയർ സെർച്ച് ഒഴിവാക്കി അവിടെ ഒരു ബൈനറി സെർച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെർച്ച് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
പിന്നെ രണ്ടാമത് വരുന്നതാണ് ഹാഷ് ടേബിൾ. ഹാഷ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹാഷ് ഡാറ്റ സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ട് linearly stores the directory entries. Hash data structure is also used. Hash table എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും ഫ്രം ദ ഫയൽ നെയിം ആൻഡ് റിട്ടേൺസ് എ പോയിന്റർ ടു ദ ഫയൽ നെയിം ഇൻ ദ ലീനിയർ ലിസ്റ്റ്. ഒരു ഫയൽ നെയിമിൻ്റെ അകത്ത് ഒരു ഹാഷ് ടേബിളിലേക്ക് ഒരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ട് അതിനാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഒരു പോയിന്റർ ആക്കി റിട്ടേൺസ് പോയിന്റർ ആ വാല്യൂവിൽ ഒരു പോയിന്റർ റിട്ടേൺ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. റിട്ടേൺസ് ദ സെർച്ച് ടൈം. അപ്പോൾ എത്ര സെർച്ച് ടൈം ആവശ്യമുണ്ട് ആ സെർച്ച് ടൈം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പ്രൊഡക്ഷൻ മേ ബി മെയ്ഡ് കൊളീഷൻ ടു ഫയൽ നെയിംസ് ഹാഷ് ടു ദ സെയിം ലൊക്കേഷൻ. ഒരേ ലൊക്കേഷനിലേക്ക് നമ്മൾ ഒരേ നെയിമുള്ള രണ്ട് ഫയൽസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അവിടെ മസ്റ്റ് ബി മെയ്ഡ് ഓഫ് കൊളീഷൻസ്. ഇങ്ങനെ ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വരുന്ന ലീനിയർ ലിസ്റ്റും അതേപോലെ ഹാഷ് ടേബിൾ, ഹാഷ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ഡയറക്ടറി ഇംപ്ലിമെൻറ്റേഷനകത്ത് വരുന്നത്. ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനിൽ അതിൽ വരുന്നത് ഓൺ ഡിസ്ക് സ്ട്രക്ചർ ആൻഡ് ഇൻ മെമ്മറി സ്ട്രക്ചർ. ഓൺ ഡിസ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് മാനേജസ് സെക്കൻഡറി മെമ്മറി കീപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതാണ് ഓൺ ഡിസ്ക്. മെയിൻ മെമ്മറിയിൽ കീപ്പ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും മാനേജ് ചെയ്യുന്നതാണ് ഇൻ മെമ്മറി സ്ട്രക്ചർ. ഇതാണ് ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനകത്ത് വരുന്നത്. ഓക്കെ.